ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചേമ്പ് കറിയാണ്. അപ്പോഴേ ചേമ്പും വത്തക്കായും കൂടെ ഇട്ട് ആരെങ്കിലും കറി വെച്ചിട്ടുണ്ടോ? പക്ഷേ ഞാൻ കറി വയ്ക്കുന്നത് ചേമ്പും വത്തക്കായും കൂടെ. അപ്പം ചേമ്പും വത്തങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇച്ചിരി സ്വല്പം മുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ചേമ്പ് ഇങ്ങനത്തെയാണ്, ഇവിടെ ചീമച്ചേമ്പെന്ന് പറയും. അപ്പോഴേ ഇതുപോലുള്ള ഒരു ഒറ്റ ചേമ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ. കുറച്ച് കാന്താരിയാണ് ഞാൻ എടുക്കുന്നത്. അതോടൊപ്പം ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരു നുള്ളി ജീരകം, നല്ല ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടിയും തേങ്ങയും. ഇത്രയുമാണ് അരയ്ക്കാൻ എടുക്കുന്നത്. അരച്ചെടുക്കുക. വെന്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേമ്പിലേക്ക് അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ കഷ്ണങ്ങൾ ഉടയ്ക്കാം. ഞാൻ അത്രമാത്രം ഉടയ്ക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഈ കഷ്ണങ്ങളോട് ഇങ്ങനെ കിടക്കണം. അപ്പം ഞാൻ വെക്കുന്ന ശൈലിയാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു തിള വരുന്നിടം വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനിയും കടുക് താളിക്കാം. അതിനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കടുകിട്ട് കൂടെ അരിയും ഇട്ടു. അപ്പം അതിന് പകരം ഉഴുന്ന് വേണമെങ്കിൽ വിടാം. പിന്നെ ഇതൊന്ന് ഏകദേശം മൂത്ത് വരാറായിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കടുക് താളിച്ചെടുക്കാം. ഇനിയും തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കറിയിലേക്ക് കടുക് താളിച്ചതോടെ ഇട്ട് കൊടുക്കാം. ഇവിടെ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോഴേ ഇത് ചോറിന് പറ്റിയൊരു കറിയാണ്.